കർത്താവിൻ്റെ നാമത്തിന് മഹത്വം. ഇന്ന് രാത്രി നമുക്ക് സഭയായിട്ട് ദൈവസന്നിധിയിൽ കൂടി വരുവാൻ ദൈവമിടയാക്കിയ ദൈവത്തിൻ്റെ വലിയ കൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. കാലാവസ്ഥ നമുക്ക് വളരെ പ്രതികൂലമാണ്. നല്ല മഴയുണ്ട്. അതിൻ്റെ കെടുതികൾ അനുഭവിക്കുന്ന അനേകർ നമ്മുടെ നാട്ടിലുമുണ്ട്. ദൈവം ഇത്ര ആരോഗ്യത്തോടും സൗഖ്യത്തോടും കൂടെ നമുക്ക് ദൈവസന്നിധിയിൽ കൂടി വരുവാൻ തന്നിരിക്കുന്ന അവൻ്റെ വലിയ കൃപയെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. യോശുവയുടെ പുസ്തകത്തിലെ ആത്മീയ പാഠങ്ങളാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യമേ തന്നെ പറയുണ്ടായി, ഇതൊരു സിസ്റ്റമാറ്റിക്കായിട്ട് ഉള്ള ഒരു പഠനമല്ല, വാക്യം പ്രതി വാക്യമായിട്ടുള്ളത്. എന്നാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ സ്പർശിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് പുതിയ നിയമവിശ്വാസികളോടുള്ള ബന്ധത്തിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവിടെ ഇവിടുന്നായിട്ട് പെറുക്കിയെടുത്തത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കിടുന്നുള്ളൂ. എന്നെ സ്പർശിച്ച കാര്യങ്ങൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നാം 15-ാം അധ്യായത്തിലേക്ക്, പുതിയ കനാനിലേക്ക് അവർ പ്രവേശിച്ച് യഹൂദയ്ക്കുള്ള അവകാശം പങ്കിടുന്ന കാര്യം നാം കാണുകയുണ്ടായി. അതിനു മുമ്പ് യഹൂദ ഗോത്രത്തിൽ തന്നെ ഓഹരിയായിട്ട് ലഭിച്ച കാലേബിനോടുള്ള ബന്ധത്തിലും നമുക്ക് അവർക്ക് അവകാശം കൊടുക്കുന്നത് നാം കാണുകയുണ്ടായി. നമ്മൾ 3 പ്രത്യേക കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് അവിടെ കൊണ്ടുവരികയുണ്ടായി. 15-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, യെരുശലേമിൽ പാർത്തിരുന്ന യെബൂസ്യരെയോ യഹൂദ മക്കൾക്ക് നീക്കിക്കളവാൻ കഴിഞ്ഞില്ല. അങ്ങനെ യെബൂസ്യർ ഇന്ന് വരെ യഹൂദ മക്കളോടുകൂടെ യെരുശലേമിൽ പാർത്തു വരുന്നു. 16-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളവിടെ യോസേപ്പിൻ്റെ മക്കളുടെ മനശ്ശയുടെയും എഫ്രൈമിൻ്റെയാണ് അടുത്ത 2 അധ്യായങ്ങളിൽ പറഞ്ഞിരുന്നത്. എന്നാൽ അവിടെ 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഗസേരിൽ പാർത്തിരുന്ന കനാന്യരെ അവർക്ക് നീക്കിക്കളയാൻ കഴിഞ്ഞില്ല. കനാന്യർ ഇന്ന് വരെ എഫ്രൈമരുടെ ഇടയിൽ ഊഴിയവേല ചെയ്ത് പാർത്തു വരുന്നു. അവരെ വെച്ച് അവർക്ക് അഡ്വാൻറ്റേജ് കിട്ടുന്ന, അല്ലെങ്കിൽ അവർക്ക് അത് വെച്ച് സമ്പത്തുണ്ടാക്കാനുള്ള കാര്യങ്ങളായിരുന്നു അവരവിടെ നോക്കിയത്. 17-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ വേറൊരു വിധത്തിലാണ് നാം അവിടെ വായിക്കുന്നത്. 12-ാം വാക്യത്തിൽ, എന്നാൽ മനശ്ശയുടെ മക്കൾക്ക് ആ പട്ടണങ്ങളെ നിവാസികളെ നീക്കിക്കളവാൻ കഴിഞ്ഞില്ല. കനാന്യർക്ക് ആ ദേശത്തിൽ തന്നെ പാർപ്പാനുള്ള താല്പര്യം സാധിച്ചു. ഈ ശത്രുവിനെ എപ്പോഴും നമ്മളെ വിട്ടുപോകാൻ ഒരിക്കലും താല്പര്യമില്ല. അവനെങ്ങനെയെങ്കിലും പറ്റിപ്പിടിച്ച് നിൽക്കാനേ നോക്കുകയുള്ളൂ. അത് പല വിധത്തിലായിരിക്കും. ഞാനത് അന്ന് വിശദീകരിച്ചുകൊണ്ട് ഞാൻ വീണ്ടും അത് പറയുന്നില്ല. എന്നാൽ പിന്നീട് ഇസ്രായേൽ മക്കൾ ശക്തി പ്രാപിച്ചു. ആദ്യം അവരെ കീഴടക്കാൻ കുറേയൊക്കെ പ്രയാസമായിരുന്നെങ്കിലും നമ്മൾ അടുത്ത വാക്യത്തിൽ വായിക്കുന്നത്, 13-ാം വാക്യത്തിൽ വായിക്കുന്നത്, എന്നാൽ ഇസ്രായേൽ മക്കൾ ബലവാന്മാരായി തീർന്നപ്പോൾ അവരെ നീക്കിക്കളയാതെ അവരെ കൊണ്ട് ഊഴിയവേല ചെയ്യിച്ചു. അതിൻ്റെ ഭവിഷ്യത്തുകൾ പിന്നീട് അടുത്ത പുസ്തകം നാം പഠിക്കുമ്പോൾ, ന്യായാധിപന്മാരുടെ പുസ്തകം, രാജാക്കന്മാരുടെ പുസ്തകം പഠിക്കുമ്പോഴൊക്കെയും നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യേണ്ട കാര്യങ്ങൾ, ചില കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ നമ്മൾ പിന്നീട് അനുഭവിക്കേണ്ടി വരും എന്നുള്ള വലിയ അപകട സൂചന നാം അവിടെ കാണുകയുണ്ടായി. 18-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 18-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 10 വാക്യം നമുക്കൊന്ന് വായിക്കാം. നിങ്ങളുടെ പിതാക്കളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദേശം കൈവശമാക്കാൻ പോകുന്നത് നിങ്ങൾ എത്രത്തോളം അടിച്ചിരിക്കും. ഓരോ ഗോത്രത്തിനും 3 പേരെ നിയമിക്കും. ഞാൻ അവരെ അയക്കും. അവർ പുറപ്പെട്ട് ദേശത്ത് പോയി സഞ്ചരിച്ച് തങ്ങൾക്ക് അവകാശം കിട്ടേണ്ട പ്രകാരം കണ്ടെടുത്തി എന്റെ അടുക്കൽ മടങ്ങി വരണം. അത് 7 പങ്കായി ഭാഗിക്കുകയാണ്. യഹൂദന്റെ അതിർക്കകത്ത് തേക്ക് പാർത്തുകൊള്ളട്ടെ. യോസേഫിന്റെ കുലവും അതിന്റെ അതിർക്കകത്ത് വടക്ക് പാർത്തുകൊള്ളട്ടെ. അങ്ങനെ നിങ്ങളുടെ ദേശം 7 ഭാഗമായി കണ്ടെടുത്തി ഇവിടെ എന്റെ അടുക്കൽ കൊണ്ടുവരും. ഞാൻ ഇവിടെ നമ്മുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ വെച്ച് നിങ്ങൾക്ക് വേണ്ടി ചീട്ടിടും. ലേവ്യർക്ക് നിങ്ങളുടെ ഓഹരിയില്ലല്ലോ. യഹോവയുടെ പൗരോഹിത്യം അവരുടെ അവകാശമാകുന്നു. ഗാദും രൂപനും മനുഷ്യരുടെ പാതഗോത്രവും യഹോവയുടെ ദാസരായ ദോഷപ്പെടുത്തിലുള്ള അവകാശം യോർദാനും കിഴക്ക് വാങ്ങിയിരിക്കുന്നു. അങ്ങനെ ആ പുരുഷന്മാർ യാത്ര പുറപ്പെട്ടു. ദേശം കണ്ടെടുത്ത് പോയവരോട് യോശുവ, നിങ്ങൾ ചെന്ന് ദേശത്ത് കൂടി സഞ്ചരിച്ച് കണ്ടെടുക്കുകയും
ഞാൻ ഇവിടെ ശീലോവിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ച് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കേണ്ടതിന് എന്റെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യുമെന്ന് പറഞ്ഞു. അവർ പോയി ദേശത്ത് കൂടി കടന്ന് നഗരത്തോടുകൂടി ഒരു പുസ്തകത്തിൽ അത് 7 ഭാഗമായി എഴുതി ശീലോവിൽ യോശുവയുടെ അടുത്ത് പാളയത്തിലേക്ക് മടങ്ങി വന്നു. അപ്പോൾ യോശുവ ശീലോവിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ച് അവർക്ക് വേണ്ടി ചീട്ടിട്ടു. അവിടെ വെച്ച് യോശുവ ഇസ്രായേൽ മക്കൾക്ക് ഗോത്രവിഭാഗപ്രകാരം ദേശം ഭാഗിച്ചു കൊടുത്തു. താങ്ക് യു. 18ഉം 19ഉം അധ്യായങ്ങളിൽ നമുക്ക് അവസാനത്തെ വിഭജനമാണ് കാണുന്നത്. ദേശത്തിൻ്റെ വിഭജനം ബാക്കിയുള്ള 7 ഗോത്രങ്ങൾക്ക് വിഭജിച്ചു കൊടുക്കുന്ന ഭാഗമാണ് നാം ഇവിടെ കാണുന്നത്. എന്നാൽ അതിനു മുമ്പ് ഒരു വാക്യം നമ്മൾ ആദ്യത്തെ വാക്യത്തിൽ വായിക്കുന്നത്, അനന്തരം ഇസ്രായേൽ മക്കളുടെ സഭ മുഴുവനും ശീലോവിൽ ഒന്നിച്ചുകൂടി അവിടെ സമാഗമന കൂടാരം നിർത്തി ദേശം അവർക്ക് കീഴടങ്ങിയിരുന്നു. ഇനി അവർ അടുത്ത സെൻറ്റർ അല്ലെങ്കിൽ അവിടെ അവരുടെ പാളയമാക്കി മാറ്റുന്നത് ശീലോവിലാണ്. ഇതുവരെ എവിടെയായിരുന്നു? അവർ യോർദാൻ കടന്ന് ആദ്യം അവരുടെ ക്യാമ്പ് അല്ലെങ്കിൽ അവരുടെ പാളയം എവിടെയായിരുന്നു? ഗിൽഗാലിലായിരുന്നു. ഗിൽഗാലിൽ വെച്ചായിരുന്നു തുടർന്നുള്ള എല്ലാ യുദ്ധങ്ങളും അവർ നടത്തിയിരുന്നത്. യുദ്ധങ്ങളെല്ലാം കഴിഞ്ഞ് അവർ ഗിൽഗാലിൽ നിന്ന് തന്നെയാണ് ദേശം വിഭജനം ആരംഭിച്ചത്. നമ്മളവിടെ വായിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നാം അവിടെ വായിക്കുന്നത് ദേശത്തിൻ്റെ അവസാന വിഭജനത്തിന് മുമ്പ് ഇസ്രായേൽ മക്കൾ ഗിൽഗാലിൽ നിന്ന് ശീലോവിലേക്ക് വരുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. യോർദാൻ താഴ്വരയിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറാണ് ശീലോവ്. കനാൻ ദേശത്തിൻ്റെ ഒത്ത ഏകദേശം നടുക്കായിട്ടാണ് ശീലോവ് ഇരിക്കുന്നത്. അവിടെ ജനത്തിന് സാക്ഷിയായിട്ട് സമാഗമന കൂടാരം അവിടെ നിർത്തി. നമുക്കറിയാം, യെരുശലേമിൽ നിന്ന് ബേഥേലിലേക്ക് പോകുന്ന പെരുവഴിയുടെ കിഴക്ക് ഭാഗത്തായിരുന്നു ശീലോ. നാം അത് ന്യായാധിപന്മാരുടെ പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ നിന്ന് വായിക്കാം. അവിടെ അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം. അപ്പോൾ ശീലോവ് എവിടെയാണെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് അവർക്ക് മനസ്സിലാക്കാനും ഇനി ഉള്ള അവർക്ക് അറിയാം, നമുക്ക് ഇനി ഏകദേശം 400 വർഷത്തോളം ശീലോവിലായിരിക്കും സമാഗമന കൂടാരം ഇരിക്കുന്നത്. പിന്നീട് ശമൂവേലിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഫിലിസ്തീർ വന്ന് അത് പിടിക്കപ്പെടുന്നതും പിന്നീട് അവരുടെ കയ്യിലിരിക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. സമാഗമന കൂടാരം ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അവർ യാഗങ്ങൾ കൊണ്ടുവരുന്നതും 1 ശമൂവേലിൻ്റെ 1-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. ശമൂവേലിൻ്റെ മാതാപിതാക്കൾ ശീലോവിൽ പോയി ദൈവത്തെ ആരാധിക്കുന്നതൊക്കെ. ന്യായാധിപന്മാരുടെ കാലത്ത് പ്രധാന വിശുദ്ധ മന്ദിരം അവിടെയായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ശീലോവിൽ ആണ്ടുതോറും ഉത്സവം ഉണ്ടായിരുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. ശമൂവേൽ പ്രവാചകൻ്റെ മാതാപിതാക്കൾ നമ്മളിപ്പോൾ കേട്ടതുപോലെ വർഷം തോറും യഹോവയ്ക്ക് അവിടെ യാഗം കഴിപ്പാൻ പോകുമായിരുന്നു. അതുപോലെ യോശുവയുടെ കാലത്ത് സ്ഥാപിച്ചിരുന്ന കൂടാരത്തിൻ്റെ സ്ഥാനത്ത് അവർ ആ സമയത്ത് മന്ദിരം പണിതതായിട്ട് നാം വായിക്കുന്നു. ഏലി പുരോഹിതൻ ആ മന്ദിരത്തിലിരിക്കുന്ന കാര്യവും അവിടെ ശുശ്രൂഷ ചെയ്ത കാര്യവും ഏലിയുടെ മക്കൾ അവിടെ ശുശ്രൂഷ ചെയ്ത കാര്യമൊക്കെ നാം ന്യായാധിപം 1 ശമൂവേലിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. പിന്നീട് 1 ശമൂവേൽ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അത് പൗരോഹിത്യൻ നോബിലേക്ക് മാറ്റിയതായിട്ട് നാം വായിക്കുന്നുണ്ട്. ശീലോവിൽ വെച്ചാണ് ഇനി തുറന്നുള്ള 7 ഗോത്രങ്ങൾക്കുള്ള ദേശവിഭജനം നടക്കുന്നത്. യോസേപ്പിൻ്റെ മക്കൾക്ക് തങ്ങൾക്ക് ലഭിച്ച ഓഹരിയോടുള്ള അതൃപ്തി നാം കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്ത് കാണുകയുണ്ടായി. എന്നാൽ യോശുവ അവരോട് പറഞ്ഞു, നിങ്ങൾ ശക്തന്മാരാണ്, നിങ്ങൾ മലമ്പ്രദേശത്ത് പോയി വെട്ടിത്തെളിച്ച് കൂടുതൽ സ്ഥലങ്ങൾ പിടിക്കണം. അവിടെയുള്ള ശത്രുക്കളെ നിങ്ങൾക്ക് പേടിക്കേണ്ട, ദൈവം നിങ്ങൾക്ക് വിജയം തരും. അവർക്ക് ഇരുമ്പ് രഥങ്ങളൊക്കെ ഉണ്ടായിക്കോട്ടെ, നിങ്ങൾ അതിലും ശക്തന്മാരാണ്, കീഴടക്കാൻ കഴിവുള്ളവരാണ്. എന്നാൽ പലപ്പോഴും അവർ ഒഴുകഴുകറിഞ്ഞ് മാറുന്നതായിട്ടാണ് നാം കാണുന്നത്. എന്നാൽ നമ്മുടെ വായിക്കുന്ന ഒരു പ്രത്യേക കാര്യം, ദേശം ഇസ്രായേൽ മക്കൾക്ക് കീഴടങ്ങിയിരുന്നു. ആസ് എ ഹോൾ പൊതുവായിട്ട് ശത്രുക്കളൊക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ കനാന്യരും മുഴുവനായിട്ട് മാറിയിട്ടില്ലെങ്കിലും ദേശം അവർക്ക് കീഴടങ്ങിയിരുന്നതായിട്ട് നാം അവിടെ കഴിയുന്നു. അവർ ഒന്നിച്ചുകൂടി ശീലോവിൽ സമാഗമനോട് കൂടാരം നിവർത്തി അവിടെ പുതിയ ആരാധന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയും അവിടെ ദൈവത്തെ ആരാധിപ്പിക്കാനും ദൈവത്തോട് അരുളപ്പാടുകൾ ചോദിക്കുവാനും എല്ലാ കാര്യങ്ങൾക്കും ദൈവസന്നിധിയിൽ വെച്ചായിരുന്നല്ലോ യോശുവ ഓരോ കാര്യങ്ങളും തീരുമാനിച്ചിരുന്നത്. ദൈവത്തോട്
ആലോചന ചോദിച്ചിട്ടാണ് യോശുവ എല്ലാ കാര്യങ്ങളും ചെയ്തത്. അതുകൊണ്ട് ശീലോവിന് വളരെയധികം പ്രാധാന്യമുണ്ട്. എന്നാൽ 3-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ യോശുവയുടെ ഒരു പ്രത്യേക ചോദ്യം എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. മറ്റുള്ള ഗോത്രങ്ങളൊക്കെ അവരുടെ സ്ഥലം കൈവശമാക്കി, അവരവിടെ പാർപ്പിടം ഒരുക്കി, അവരൊക്കെ ആ ദേശം ആസ്വദിക്കാനായിട്ട് തുടങ്ങി, അവരുടെ അനുഗ്രഹങ്ങളൊക്കെ. എന്നാൽ 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യോശുവ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു തന്നാൽ, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദേശം കൈവശമാക്കുവാൻ പോകുന്നതിന് നിങ്ങൾ എത്രത്തോളം മടിച്ചിരിക്കും. അവരെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ കൂടാരം അല്ലെങ്കിൽ സമാഗമന കൂടാരം അവിടെയായി ദൈവത്തെ ആരാധിക്കാൻ, എനിക്ക് തോന്നുന്നു അതിൻ്റെ ചുറ്റും തന്നെയായിരിക്കും അവരൊക്കെ താമസിച്ചിരുന്നത്. അവർക്ക് ഇനി പുതിയ സ്ഥലങ്ങൾ പോയി അവകാശമാക്കാനൊക്കെ ഒരു മാന്ദ്യം, ആത്മീയ മാന്ദ്യം അവർക്ക് കാണുന്നതായിട്ട് യോശുവ കണ്ടു. യോശുവ ആദ്യമൊന്നും പറഞ്ഞിരുന്നില്ല. എന്നാൽ തുറന്ന് ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തു, ദേശം കീഴ്പ്പെടുത്തി കൊടുത്തു, എല്ലാ കാര്യങ്ങൾക്കും അവകാശം കൊടുത്തു തുടങ്ങുകയാണ്. എന്നാൽ ഇവരുടെ ഭാഗത്തുനിന്ന് യാതൊരു മുന്നേറ്റവും കാണുന്നില്ല. ചിലരൊക്കെ വന്ന് അവകാശം ചോദിച്ചു. നമുക്കറിയാം, യോർദാന് കിഴക്കുള്ള 2 ഗോത്രക്കാർ അവർ വന്ന് ഞങ്ങൾക്ക് ഇവിടെ വേണം എന്ന് പറഞ്ഞ് അവകാശപ്പെട്ട് മേടിക്കുന്നു. കാലേബ് വന്ന് ചോദിക്കുന്ന കാര്യം നാം കാണുന്നു. പിന്നീട് ചീട്ടിട്ട് സ്ഥലങ്ങൾ കൊടുക്കുന്നതും കണ്ടു. എന്നാൽ അവിടെ പറയുകയാണ്, നിങ്ങൾ എത്രത്തോളം മടിച്ചിരിക്കും. ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയായിരുന്നു, ദൈവം തന്ന അവകാശങ്ങൾ, ദൈവം തന്ന അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ നമ്മൾ പലപ്പോഴും മടിച്ചിരിക്കാറില്ലേ? അവർ വളരെ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അവർ വന്ന് കനാനിലേക്ക് കടന്നു എന്നുള്ളത് ശരിയാണ്. യോശുവയ്ക്ക് വേണമെങ്കിൽ പറയായിരുന്നു, അവർ മരുഭൂമിയിൽ പട്ടുപോയില്ല, അവരുടെ പിതാക്കന്മാരെ പോലെ അവർ യോർദാൻ കടന്നു, കനാനിലേക്ക് എത്തി, അവർ ഇത്രത്തോളം യുദ്ധം ചെയ്ത് ഇതൊക്കെ എല്ലാം കീഴ്പ്പെടുത്തി. എന്നാൽ പിന്നീടുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചും അത് ശരിയല്ലേ? ദൈവം നമുക്ക് ഇത്രമാത്രം അനുഗ്രഹങ്ങളൊക്കെ ക്രിസ്തുവിൽ തന്നിട്ട്, ക്രിസ്തുവിലുള്ള നമ്മുടെ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാം ബുദ്ധിപരമായിട്ട്, അല്ലേ? നാം ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നുമുണ്ട്. എന്നാൽ അത് എത്രമാത്രം എൻ്റെ അവകാശമാക്കി ഞാൻ മാറ്റിയിട്ടുണ്ട്. അതായിരുന്നു എന്നെ ചിന്തിപ്പിച്ച ഏറ്റവും വലിയ കാര്യം. നമുക്ക് പല കാര്യങ്ങളും ദൈവം നേടി തന്നിട്ടും ദൈവത്തിൻ്റെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്നും ക്രിസ്തുവിലുള്ള നമ്മുടെ അവകാശങ്ങളും അനുഗ്രഹങ്ങളും എന്തൊക്കെയാണെന്ന് അറിഞ്ഞിട്ടും നമ്മളത് കൈവശമാക്കാതെ ഇപ്പോഴും എന്താ പറയുക, ആത്മീയമായ ഒരു മാന്ദ്യം അല്ലെങ്കിൽ ആത്മീയമായ ഒരു ഉത്സാഹമില്ലായ്മ, ആവേശത്തോടെ അത് എനിക്ക് വേണം കർത്താവേ, എനിക്ക് അറിയണം. ആ പൗലോസിൻ്റെ ആ വലിയ ആഗ്രഹം, ഐ വാണ്ട് ടു നോ യു, കർത്താവേ ഞാൻ നിന്നെ അറിയേണ്ടതിന്, നീ എനിക്ക് നേടിത്തന്ന അനുഗ്രഹങ്ങൾ, ആത്മാവിൻ്റെ ശക്തി ഞാൻ അനുഭവിക്കുന്നുണ്ടോ? നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്ന വലിയ പ്രതീക്ഷ എന്തുമാത്രം വലുതാണ് എന്നുള്ളത് നാം ചിന്തിക്കാറുണ്ടോ? എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന ചിന്ത അതായിരുന്നു. നമ്മുടെ പ്രവാസകാലം നാം എത്ര, 1 പത്രോസ് 1-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പത്രോസ് പറയുന്ന വാക്യം ഇതിനുള്ള മതിൽ വായിക്കുന്നത് നല്ലതാണ്. 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം. നമ്മുടെ പ്രവാസകാലം, അവരും നമ്മളൊരു യാത്രക്കാരാണ് അല്ലെങ്കിൽ പ്രവാസികളാണ് ഈ ഭൂമിയിൽ. പത്രോസിൻ്റെ ലേഖനം നാം പഠിക്കുമ്പോൾ അറിയാം. നമ്മളെക്കുറിച്ചും അത് വളരെ ശരിയാണ്. എന്നാൽ നമ്മളെ പിതാവ് ആരാണെന്നാണ് അവിടെ പറയുന്നത്? മുഖപക്ഷം കൂടാതെ ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നു. നമ്മുടെ പിതാവ് തന്നെയാണ് നമ്മുടെ ന്യായാധിപതി എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. അവിടെ അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങളുടെ പ്രവാസകാലം ഭയഭക്തിയോടെ കഴിക്കണമെന്നാണ്, റെവറൻഷ്യൽ ഫിയർ. അത് നമ്മളെക്കുറിച്ച് വളരെയധികം ആഗ്രഹിക്കുന്നു. അതിൻ്റെ മുമ്പത്തെ വാക്യങ്ങൾ താൻ പറയുന്നുണ്ട്, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. ദൈവത്തിൻ്റെ ആഗ്രഹം അതാണ്. നമ്മളെ അതിന് കൊടുത്ത വില അടുത്ത വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. വ്യർത്ഥവും പിതൃപാരമ്പര്യമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത്
പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഇവിടെ യോശുവ അവരെ ഓർപ്പിക്കുന്ന വലിയ കാര്യം, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ദേശം. എങ്ങനെയാണ് ഈ ദേശം തന്നത്? അവരെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച കാര്യം അവരെ ഓർപ്പിക്കുകയാണ്. നിങ്ങൾ എങ്ങനെയാണ് അവിടുന്ന് വിട്ടുപോകുന്നത്? ചെങ്കടൽ വരെ നിങ്ങളെ കൊണ്ടുവന്നു. ആ ചെങ്കടൽ നിങ്ങളെ കടത്തി. അത് കഴിഞ്ഞ് നിങ്ങളെ മരുഭൂമിയിൽ കൂടെ നടത്തി. മരുഭൂമി കഴിഞ്ഞ് യോർദാൻ കടത്തി കനാനിലേക്ക് എത്തിച്ച നിങ്ങളുടെ ദൈവം, നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്ത വൻ കാര്യങ്ങളെ നിങ്ങൾ ഓർത്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ അനങ്ങാതിരിക്കാൻ കഴിയും? ദൈവം നമുക്ക് വേണ്ടി കൊടുത്ത വില, ഇവിടെ അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം കൊടുത്ത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ വിലയ്ക്ക് മേടിച്ചത് എങ്ങനെയാണ്? പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. ദൈവത്തിന് വലിയൊരു വില കൊടുക്കേണ്ടി വന്നു നമ്മളെ ഈ ദേശത്തേക്ക് കൊണ്ടുവരുവാനായിട്ട്. അതിൻ്റെ വില നാം മനസ്സിലാക്കുമ്പോൾ നമ്മൾ എങ്ങനെ മിണ്ടാതിരിക്കും, അല്ലെങ്കിൽ എങ്ങനെ അനങ്ങാതിരിക്കും? ഈ ദേശം എനിക്ക് അവകാശമായി തന്നിട്ട് ആ ദേശം കൈവശമാക്കി അത് ആസ്വദിക്കുവാൻ, അതിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കാൻ ഇപ്പോഴും ഞാൻ മടിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിക്കട്ടെ. ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട് എത്ര വർഷമായി? സ്നാനപ്പെട്ടു, ദൈവമക്കളുടെ കൂട്ടായ്മയിലാണ്. പുറമേ നോക്കിയാൽ എല്ലാം ഓക്കെയാണ് അല്ലേ? ഞാൻ ലോകക്കാരുടെ കൂടെ പോകുന്നില്ല, വലിയ പാപികളൊന്നും ചെയ്യില്ല, വലിയ പാപമൊന്നും ചെയ്യുന്നില്ല അല്ലേ? വലിയ തെറ്റുകളൊന്നും ചെയ്യുന്നില്ല. എല്ലാ ഞായറാഴ്ചയും യോഗത്തിന് വരുന്നുണ്ട്, ബൈബിൾ സ്റ്റഡിക്ക് വരുന്നുണ്ട്, പ്രാർത്ഥന യോഗത്തിന് വരുന്നുണ്ട്. എന്നാൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ കർത്താവിനെ എത്രമാത്രം രുചിച്ചറിയുന്നുണ്ട്? കഴിഞ്ഞ ഞായറാഴ്ച നാം കേൾക്കുകയുണ്ടായി, നിങ്ങളെ മരുഭൂമിയിൽ കൂടെ നടത്തിയതിൻ്റെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഇസ്രായേൽ മക്കളെക്കുറിച്ച് ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾ എത്രയോ വലുതായിരുന്നു. എന്നാൽ അവർ പരാജയപ്പെട്ടു. നമ്മൾ അതിൻ്റെ റേഷ്യോ ഞാൻ നോക്കുകയായിരുന്നു. 12 ഗോത്രങ്ങളിൽ 7 ഗോത്രം ഇപ്പോഴും മടിച്ചിരിക്കുക അവരുടെ അവകാശം കൈവശമാക്കാനായിട്ട്. അവർക്ക് പോകാൻ, അവരുടെയായിട്ട് മുൻകൈ എടുക്കാൻ ഒന്നുമില്ല. യോശുവ അവരെ, നിങ്ങൾ എത്രത്തോളം മടിച്ചിരിക്കുന്നു അതാണ് ചോദിക്കുന്നത്. ആ ചോദ്യം എൻ്റെ ഹൃദയത്തെ സ്പർശിക്കുകയുണ്ടായി. നമുക്ക് നമ്മുടെ അനുഗ്രഹങ്ങൾ ലഭിക്കാനായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, എന്തുമാത്രം പ്രതീക്ഷയോടെയാണ് ദൈവം തൻ്റെ പുത്രനെ തന്ന് ഇത്ര വലിയ വില കൊടുത്ത് എന്നെ വിലയ്ക്ക് മേടിച്ചിരിക്കുന്നത്. അവൻ അനുഭവിച്ച കഷ്ടങ്ങൾ നമ്മളെല്ലാ ഞായറാഴ്ചയും വന്ന് ഓർക്കാറുണ്ട്. അത് മാത്രം മതിയോ? അതാണോ എന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്? നമ്മുടെ ആത്മീയമായ ആ നിരുത്സാഹം, ആ ഉത്സാഹമില്ലായ്മ, എത്ര ഈ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ എത്രമാത്രം എക്സൈറ്റഡാണ്, എത്രമാത്രം ആവേശമുള്ളവരാണ്. നമ്മുടെ ചുറ്റുമുള്ള ജാതികളെ വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇല്ലാത്ത ദൈവം നമ്മളെ കരുതിയ വിധങ്ങൾ, നമ്മളെ ഈ കനാൻ ദേശത്തേക്ക് കൊണ്ടുവന്നതിൻ്റെ ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ എത്രമാത്രം വലുതായിരുന്നു എന്ന് നാം ചിന്തിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നമുക്ക് അനങ്ങാതിരിക്കാൻ കഴിയുമോ? യോശുവ ചോദിക്കുകയാണ്, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദേശം, ഓൾറെഡി തന്നു കഴിഞ്ഞൊരു ദേശമാണ്, എന്നിട്ട് പോലും നിങ്ങൾക്ക് പോയി അത് കൈവശമാക്കുവാൻ എത്രത്തോളം മടിച്ചിരിക്കും. താനത് അവരെ ശാസിക്കുക മാത്രമല്ല, ഇനി എന്താണ് ചെയ്യേണ്ടത്? ആസ് എ ലീഡർ, ഒരു നേതൃത്വ സ്ഥാനത്തിരിക്കുന്ന യോശുവയുടെ ഗുണം നാം കാണുകയാണ്. അടുത്തത് താൻ പറയുകയാണ്, അതിനെന്താണ് ചെയ്യേണ്ടതെന്നുള്ള സൊല്യൂഷനും കൂടി താൻ അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. 4-ാം വാക്യത്തിൽ, ഓരോ ഗോത്രത്തിനും 3 പേരെ നിയമിപ്പിൻ, ഞാൻ അവരെ അയക്കും. അവർ പുറപ്പെട്ട് ദേശത്തുകൂടെ സഞ്ചരിച്ച് തങ്ങൾക്ക് അവകാശം കിട്ടേണ്ട പ്രകാരം കണ്ടെഴുതി എൻ്റെ അടുക്കൽ മടങ്ങി വരണം. നിങ്ങൾ പോയി സർവേ ചെയ്യണം. യോശുവ പറഞ്ഞു, വാ നമുക്ക് പോയി യുദ്ധം ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാമെന്നല്ല പറഞ്ഞ ഇതുവരെ, ആണോ? അല്ല. യോശുവ യുദ്ധം ചെയ്ത് കഴിഞ്ഞ 7 വർഷം അവർക്ക് വേണ്ടി എല്ലാ സ്ഥലവും പിടിച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അവർക്കത് അവകാശമാക്കിയേ വേണ്ടൂ, അല്ലെങ്കിൽ കൈവശമാക്കിയേ വേണ്ടൂ. അവിടുത്തെ ശത്രുക്കളെ നീക്കുവാൻ ഞാൻ പറഞ്ഞല്ലോ, ദൈവം ചെയ്യേണ്ട കാര്യങ്ങൾ ദൈവം ചെയ്യും നമ്മുടെ വിശുദ്ധീകരണത്തോളം ബന്ധത്തിൽ. എന്നാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ തന്നെ ചെയ്യണം. സാങ്ക്ടിഫിക്കേഷൻ പ്രോസസ്സിൽ ഏറ്റവും പ്രധാനമായിട്ട് നാം കരുതേണ്ട കാര്യം അതാണ്. നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ദൈവം നമ്മളിൽ നിന്ന് ചെയ്തത് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ ദൈവത്തിനൊന്നും ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, ദൈവം എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കൂടെ ഞാനുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, പ്രയാസമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിട്ടുണ്ട്. ആ കർത്താവാണ് നമ്മോട് കൂടെ ഉള്ളത്. നമുക്ക് ധൈര്യമായി മുന്നോട്ട് പോയിക്കൂടെ? അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുത്ത് അവരെ അയക്കുന്നതായിട്ട് നാം അവിടെ കാണുകയാണ്. അതിൻ്റെ ഫലമായിട്ട് നാം അടുത്ത വാക്യത്തിൽ നാം വായിക്കുന്നത് 8-ാം വാക്യത്തിൽ, അങ്ങനെ ആ പുരുഷന്മാർ യാത്ര പുറപ്പെട്ടു. അവർക്ക് ആ ഉത്തേജനം ലഭിച്ച് ശാസന കിട്ടിയെന്ന് മാത്രമല്ല, അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുത്ത് ആസ് എ ലീഡർ, ഒരു നേതാവ് എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ മൂപ്പന്മാർ, അല്ലെങ്കിൽ ജ്യേഷ്ഠ സഹോദരന്മാർ എന്ന നിലയിൽ അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്ത് അവരെ ആത്മീയമായി ഉത്തേജിപ്പിക്കുന്ന, ആത്മീയമായി അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന യോശുവയെ നമുക്ക് കാണാം. ഈ ഭാഗങ്ങൾ നാം പഠിക്കുമ്പോൾ യോശുവയുടെ ആ നേതൃത്വം, അല്ലെങ്കിൽ ആസ് എ ലീഡർ, അനേക ഗുണങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. അവരത് പുറപ്പെട്ട് ആ സ്ഥലങ്ങളിൽ പോയി. എന്നിട്ട് നാം 10-ാം വാക്യത്തിൽ വായിക്കുന്നത്, അപ്പോൾ യോശുവ ശീലോവിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ച് അവർക്ക് വേണ്ടി ചീട്ടിട്ടു. അവിടെ വെച്ച് യോശുവ ഇസ്രായേൽ മക്കൾക്ക് ഗോത്ര വിഭാഗപ്രകാരം ദേശം വിഭാഗിച്ചു കൊടുത്തു. വലിയ ഒരു കൂട്ടമാണ്. നമുക്കറിയാം, ഓരോ ഗോത്രത്തിൽ നിന്നും 3 പേരെ എടുത്തിട്ടാണ്. അപ്പോൾ 21 പേര്, 7 ഗോത്രമാകുമ്പോൾ 21 പേരുടെ വലിയൊരു ദൗത്യ സംഘമാണ് പോകുന്നത്. ഇവർ പോയി സർവേ ചെയ്യണം, നല്ല എക്സ്പേർട്സ് ആയിരിക്കണം, ഈ സ്ഥലങ്ങളൊക്കെ അളന്നെടുക്കണം. നമുക്കറിയാമല്ലോ, ദേശം സർവേ ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ ഇത് ആരുടെ അടുത്തേക്ക് പോണേ? കനാന്യരെ അവിടെ നിറച്ചുണ്ട്, ശത്രുക്കളുണ്ട്. ഞാൻ വിചാരിക്കുന്നത് യോശുവ ചില പടയാളികളെയും സൈനിക ബാക്കിംഗ് ഒക്കെ കൊടുത്തിട്ടായിരിക്കും അവരെ വിട്ടുണ്ടാവുക. എന്നാൽ അവരെ ഉത്സാഹിപ്പിച്ച് അവരുടെ ദേശം കൈവശമാക്കുവാൻ, പ്രിയമുള്ളവരെ, നമുക്കും ആ കടപ്പാടുണ്ട്. എൻ്റെ കൂട്ടു സഹോദരനെക്കുറിച്ച്, അവൻ്റെ ആത്മീയ വളർച്ചയെക്കുറിച്ച്. നമ്മുടെ വലിയൊരു സഭയാണ്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, എനിക്കിപ്പോഴും പലരെ അറിയില്ല, ടു ബി ഫ്രാങ്ക്. കാരണം ഞാൻ ഇവിടെ ഇല്ലാതിരുന്ന ആളായതുകൊണ്ട് പലരൊക്കെ വലുതായ പലരെയും പേരുകൾ പോലും എനിക്കറിയില്ല. എന്നാൽ ചിലരെയൊക്കെ ഞാൻ കണ്ടവർക്കൊക്കെ അവരോട് ചോദിക്കാറുള്ള ഒരു കാര്യം അതാണ്, നമ്മുടെ ആത്മീയ ജീവിതത്തിന് നമ്മൾ എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഞായറാഴ്ച വന്നു യോഗത്തിന്, നമ്മൾ പലരും പലപ്പോഴും ആൾ യോഗത്തിന് വരുന്നുണ്ടല്ലോ, അതിൽ സംതൃപ്തരാണ് നമ്മൾ, അല്ലേ? എന്നാൽ അവരുടെ ആത്മീയ പ്രശ്നങ്ങൾ എന്താണ്? അവരെന്തുകൊണ്ടാണ് മുമ്പോട്ട് വരാത്തത്? അല്ലെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് സ്തോത്രം ചെയ്യാൻ അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. ദൈവത്തിൻ്റെ ഉപകാരങ്ങൾ അനുഭവിച്ചിട്ടും അവർ അടങ്ങിയിരിക്കുക. അല്ലെങ്കിൽ പല കാര്യങ്ങൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, കാരണം ആ ആത്മീയമായ ബോധ്യം അവരിൽ ഉണ്ടാക്കി കഴിയുമ്പോൾ അവർ ചെയ്യുമെന്നാണ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത്. പല കാര്യങ്ങൾ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിന് പഠിക്കുമ്പോഴാണ് പലപ്പോഴും നമുക്ക് ഇതിലെ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്, എൻ്റെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ബോധമുള്ളൂ. അത് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് പിന്നെ അനങ്ങാതിരിക്കാൻ കഴിയില്ല. ദൈവത്തിൻ്റെ അവകാശങ്ങൾ നാം കൈവശമാക്കുമ്പോൾ അത് വാസ്തവത്തിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിന് കർത്താവിനെ രുചിച്ചറിയുവാൻ, അവനെ അനുഭവിച്ചറിയുമ്പോൾ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് ആ അവകാശങ്ങൾ കൈവശമാക്കുവാനായിട്ട് കഴിയും. അത് നമുക്കവിടെ തുറന്ന് കാണാനായിട്ട് കഴിയും. തുടർന്ന് 11 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ ബെന്യാമിൻ്റെ അവകാശമാണ് നമ്മൾ വായിക്കുന്നത്. ബെന്യാമിൻ ഗോത്രത്തിനാണ് അടുത്തതായിട്ട് നറുക്ക് വീണത്. അവർക്ക് കുടുംബമായി ഓഹരി ലഭിച്ചു. അവരുടെ ഓഹരി യഹൂദയുടെയും യോസഫിൻ്റെയും, അതായത് എഫ്രൈമിൻ്റെയും ഓഹരികൾക്ക് മധ്യയായിരുന്നു. അതിൻ്റെ അതിർത്തികളൊക്കെ പിന്നീട് പറയുന്നുണ്ട്. ഏകദേശം 26 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും ബെന്യാമിൻ ഗോത്രത്തിന് അവകാശമായി കിട്ടി. നമ്മൾ ആ സ്ഥലങ്ങളൊക്കെ പഠിക്കുമ്പോൾ വളരെ പ്രാധാന്യമേറിയ പല പട്ടണങ്ങളും പല സ്ഥലങ്ങളും പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ പുതിയ നിയമ സുവിശേഷങ്ങളിലൊക്കെ വായിക്കുന്ന പല സ്ഥലങ്ങളിലും നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. എരിഹോ, ബേഥേൽ, ഗെബയോൻ, രാമ, മിസ്പ, യെബൂസി നഗരമായ യെരൂശലേം എന്നിങ്ങനെ ചരിത്രപ്രധാനം നേടിയ പല പട്ടണങ്ങളും ബെന്യാമിൻ ഗോത്രത്തിൻ്റെ ഓഹരിയിലുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട്. ഭാവിയിൽ അവിടുന്ന് നാം നോക്കുമ്പോൾ യോശുവയുടെ പുസ്തകം തുറന്നുള്ള ഭാവിയിലെ ദേവാലയം പണിയുന്ന യെരൂശലേമിലാണല്ലോ, അതൊക്കെയും ബെന്യാമിൻ ഗോത്രത്തിലായിരുന്നു. മോശ അവരെക്കുറിച്ച് പറയുന്നൊരു വാക്യമുണ്ട്, ആവർത്തന പുസ്തകം 33:12. അത് വാസ്തവത്തിൽ പ്രാവർത്തികമാക്കി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബെന്യാമിനെ കുറിച്ച് പറഞ്ഞത്, അവൻ യഹോവയ്ക്ക് പ്രിയൻ.
സന്നിധിയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിർഭയം വസിക്കുന്നവനാണ്. താൻ അവനെ എല്ലായ്പ്പോഴും മറച്ചുകൊള്ളുന്നു. ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ അനുഭവിക്കുന്ന ഒരു ഗോത്രമായിരുന്നു. കാരണം നമുക്കറിയാലോ, യാക്കോബിൻ്റെ ഏറ്റവും ഇളയ പുത്രനും യാക്കോബിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവനുമായിരുന്നു യോസേപ്പ് പോയി കഴിഞ്ഞപ്പോൾ. എന്നാൽ അവസാനം നാം വായിക്കുന്നത് അവൻ്റെ ഗിരികളുടെ മധ്യേ അധിവസിക്കുന്നു. നാം ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ അത് അവൻ്റെ തോളുകളുടെ മധ്യേ വസിക്കുന്നു എന്നാണ് നാം അവിടെ വായിക്കുന്നത്. ബിറ്റ്വീൻ ഹിസ് ഷോൾഡേഴ്സ്. അത്രമാത്രം സുരക്ഷിതത്വം ബെന്യാമിനെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. യോശുവയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ബെന്യാമിന് കിട്ടിയ അവകാശങ്ങൾ നോക്കുമ്പോൾ മോശ പറഞ്ഞ അനുഗ്രഹങ്ങൾ, ബെന്യാമിന് നൽകിയ അനുഗ്രഹങ്ങൾ നിറവേറിയതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. 19-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ബാക്കിയുള്ള ഗോത്രങ്ങളുടെ അവകാശങ്ങളാണ് നമുക്ക് കാണുന്നത്. രണ്ടാമത്തെ നറുക്ക് ശിമയോനും കുടുംബമായി ശിമയോൻ്റെ മക്കളുടെ ഗോത്രത്തിനും വന്നതായിട്ട് നാം വായിക്കുന്നു. നാം അവിടെ വായിക്കുന്ന വേറൊരു കാര്യം, അവരുടെ അവകാശം യഹൂദ മക്കളുടെ അവകാശത്തിൻ്റെ ഇടയിലായിരുന്നു. അത് എന്നെ വളരെയധികം ചിന്തിപ്പിച്ചു. ബാക്കി എല്ലാ ഗോത്രങ്ങൾക്കും പ്രത്യേക സ്ഥലം കൊടുത്തിട്ടുണ്ട്, അല്ലേ? എന്നാൽ ശിമയോന് വേറെ സ്ഥലമായിട്ടല്ല കൊടുത്തിരിക്കുന്നത്, യഹൂദ മക്കളുടെ ഇടയിലായി. ലേവിയും ശിമയോനും യാക്കോബ് തൻ്റെ അനുഗ്രഹങ്ങൾ കൊടുക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ തങ്ങളുടെ കോപത്തിൽ അവർ പുരുഷന്മാരെ കൊണ്ടു, തങ്ങളുടെ ശാഠ്യത്തിൽ കൂട്ടുകാരുടെ വരികുണച്ചു. അവരുടെ ഉപരകോപവും കഠിനക്രോധവും ശമിക്കപ്പെട്ടത്. ഞാൻ അവരെ യാക്കോബിൽ ആവുകയും ഇസ്രായേലും ചിതറുകയും ചെയ്യും. യഹൂദയെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും. മതി. നമുക്കറിയാം ലേവിയും ശിമയോനും ചെയ്ത കാര്യം എന്തായിരുന്നു എന്നുള്ളത്. ഉൽപ്പത്തി പുസ്തകം 34-ാം അധ്യായത്തിൽ നാം ആ ചരിത്രം വായിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. യാക്കോബിൻ്റെ മകൾ ദീനയെ ശേഖേമിലെ ഒരു യുവാവ് ബലാത്സംഗം ചെയ്ത് അവളുടെ കന്യാത്വം നശിപ്പിച്ചതിൻ്റെ പേരിൽ അവൻ അവളെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞു, അല്ലേ? ശേഖേം അവരെ വളരെ കോംപ്രമൈസിൽ, അല്ലെങ്കിൽ അവരെ ആ കുറ്റം ഏറ്റെടുത്ത് അതിന് പകരമായിട്ട് ദീനയെ വിവാഹം കഴിക്കാം, അതിൻ്റെ അങ്ങനെ അപമാനം മാറ്റാമെന്നുള്ള നിലയിൽ. എന്നാൽ ഇവരെന്താ പറഞ്ഞത്? ഞങ്ങൾ യഹൂദ്യരാണ്, അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളുടെ നിയമം അനുസരിച്ച് നിങ്ങൾ പരിച്ഛേദന ഏൽക്കണം. അവർ അതിനും തയ്യാറായി. ശേഖൻ നിവാസികളെല്ലാം, ആ ചരിത്രം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. എന്നാൽ അവർ വേദനയിലിരിക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരും പോയി വാളുകൊണ്ട് അവരെല്ലാവരും കൊല്ലുകയായിരുന്നു ചെയ്തത്. ഞാൻ ചിന്തിച്ചത്, അവർ പറഞ്ഞ കാരണം എന്താണെന്നറിയോ? പരിച്ഛേദന ഏൽക്കാനാണ്. പരിച്ഛേദന എന്തിനാ? യഹോവയുടെ ഉടമ്പടിയായിരുന്നു അത്, അല്ലേ? ദൈവം ഇസ്രായേൽ മക്കളുമായിട്ട് ചെയ്ത വലിയ ഉടമ്പടിയാണ്. ആ ഉടമ്പടി എടുത്ത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നിയമപ്രമാണം എടുത്തിട്ട് അവരൊരു വഞ്ചനയിൽ കൂടെ അവരെ കൊല്ലുകയായിരുന്നു. വലിയ യാക്കോബ് പറഞ്ഞു, നിങ്ങൾ എൻ്റെ പേര് ഇവിടെ നാറ്റിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. വലിയ അപമാനം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രമാണം എടുത്ത് അവർ ചതി അല്ലെങ്കിൽ വഞ്ചനയ്ക്ക് ഉപയോഗിച്ചത് ദൈവം വെറുതെ വിടുവോ? ഞാൻ വിചാരിക്കുന്ന ഒരിക്കലും വിടില്ല. യാക്കോബിന് അവരെക്കുറിച്ച് പറയുന്ന വാക്യങ്ങൾ നമ്മളവിടെ ശ്രദ്ധിക്കുക. ശിമയോനും ലേവിയും സഹോദരന്മാർ എടുത്തു പറയുകയാണ്. അവർ സഹോദരന്മാർ തന്നെയല്ലേ, നമുക്കറിയാം. എന്നാൽ ഈ കാര്യത്തിൽ അവർ രക്തത്തിലും അല്ലെങ്കിൽ രക്തപ്രതികാരം ചെയ്തതിലും സഹോദരന്മാരായിരുന്നു. അവർ രക്തബന്ധമുണ്ടെന്ന് മാത്രമല്ല, അവർ രക്തം ചൊരിയിച്ചതിലും സഹോദരന്മാരായിരുന്നു. അവരുടെ വാളുകൾ സാഹസത്തിൻ്റെ ആയുധങ്ങൾ. എൻ ഉള്ളമേ അവരുടെ മന്ത്രത്തിൽ കൂടരുതേ, എൻ മനമേ അവരുടെ യോഗത്തിൽ ചേരരുതേ.
എന്ത് വലിയ പ്രയാസമായിരുന്നു യാക്കോബിന് അവർ മുഖാന്തരം ഉണ്ടായത്. എന്നിട്ട് പറയുകയാണ്, ഞാൻ അവരെ യാക്കോബിൽ വിഭജിക്കുകയും ഇസ്രയേലിൽ ചിതറിക്കുകയും ചെയ്യും. നമുക്കത് വളരെ വ്യക്തമായിട്ട് ലേവിയോടും ശിമെയോനോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാനായിട്ട്. ശിമെയോന് വേറെ സ്ഥലം കിട്ടിയില്ല, ലേവിക്ക് കിട്ടിയോ? ലേവിക്ക് എല്ലാവരുടെയും പട്ടണങ്ങളിലാണ് അവകാശം, അല്ലേ? അവരെക്കുറിച്ച്, ലേവിയെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. എന്നാൽ ശിമെയെക്കുറിച്ച് നാം ഇവിടെ വായിക്കുന്നത്, ശിമെയോൻ പിന്നീട് യഹൂദയുടെ ഉള്ളിലായിരുന്നു. അവർക്ക് തെക്ക് ഭാഗത്താണ്, യഹൂദയുടെ പ്രദേശത്തിൻ്റെ തെക്ക് ഭാഗത്താണ് ശിമെയോന് ലഭിച്ച 17 പട്ടണങ്ങളും ഗ്രാമങ്ങളും. ഏറെ താമസിയാതെ ഒരു ഗോത്രം എന്ന നിലയിൽ അവരുടെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ടതായിട്ട് നമുക്ക് ചരിത്രം നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ശിമെയോൻ്റെ പ്രദേശങ്ങൾ അധികവും യഹൂദയോട് ചേർന്നു. പൗരന്മാരിൽ അധികവും എഫ്രൈമിലും മനുഷ്യഗോത്രത്തിലൊക്കെ കുടിയേറി പാർത്തു. 2 ദിനവൃത്താന്തം 15-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, അതുകൊണ്ടാണ് ശലോമോന് ശേഷം വടക്ക് 10 ഗോത്രങ്ങളും തെക്ക് 2 ഗോത്രങ്ങളും യഹൂദയും ബെന്യാമിനും ആയി മാറിയത്. കാരണം യഹൂദിയയിലെ ശിമെയുടെ ഭാഗങ്ങളൊക്കെ മറ്റുള്ളവരുമായിട്ട് ചേർന്ന് പോയി. അവരുടെ അവസാനം എത്രയോ ദുഃഖകരമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ശിമെയോടെ കൂടെ ഉണ്ടായിരുന്ന ലേവിയടിക്കോ? ലേവിക്ക് അത് സംഭവിച്ചില്ല. എന്തുകൊണ്ടാണ്? ഞാനത് ചിന്തിച്ചു. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, മോശ കൽപ്പനകളായിട്ട് മടങ്ങി വരുമ്പോൾ ഇവർ വലിയ പാപം ചെയ്തു, ഇസ്രായേൽ മക്കൾ, അല്ലേ? നമുക്കറിയാം കാര്യം. അവിടെ മോശ ഒരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിലേക്ക് വരിക. 32-ാം അധ്യായത്തിൽ 26-ാം വാക്യത്തിൽ മോശ വലിയൊരു ആഹ്വാനം കൊടുക്കുന്നുണ്ട്. യഹോവയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. ആരുണ്ടായിരുന്നില്ലെങ്കിൽ അവിടെ ഇത്രയും വലിയ രക്തച്ചൊരിച്ചിൽ ഉണ്ടാവില്ല എന്നായിരുന്നു ഞാൻ ചിന്തിച്ചത്. എന്നാൽ അപ്പോൾ ലേവ്യരെല്ലാവരും അവൻ്റെ അടുക്കൽ വന്നുകൂടി. മോശ പറയുന്നത്, നിങ്ങൾ ഓരോരുത്തൻ താൻ്റെ വാൾ അരക്കി കെട്ടി പാളയത്തിൽ കൂടെ വാതിൽ തോറും കടന്ന് ഓരോരുത്തൻ താൻ്റെ സഹോദരനെയും താൻ്റെ സ്നേഹിതനെയും താൻ്റെ കൂട്ടുകാരനെയും കൊന്നുകളവിൻ എന്നിങ്ങനെ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ലേവ്യർ സ്വന്തം സഹോദരന്മാർ, അവരുടെ ബ്ലഡ് റിലേറ്റീവ്സിനെ തന്നെ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം അതനുസരിച്ച് അവർക്ക് ന്യായവിധി നടത്തി. ഞാൻ മനസ്സിലാക്കുന്നത്, ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ ആ ആഹ്വാനം അവരത് നടത്തിയോണ്ട് ദൈവം അവരെ പ്രസാദിച്ചു. ദൈവത്തിൻ്റെ ആ പ്രസാദം അവർക്ക് നേടാനും കഴിഞ്ഞു. അവർക്ക്, ഞാൻ വിചാരിക്കുന്നത്, ലേവ്യർക്ക് ഒരു അനുതാപം, മാനസാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടായി. ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ മോശ ലേവിയെക്കുറിച്ച് പറയുന്ന വാക്യങ്ങളുണ്ട്. 33-ന്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അവൻ അപ്പനെയും അമ്മയെയും കുറിച്ച് ഞാൻ അവരെ കണ്ടില്ല എന്ന് പറഞ്ഞു. സഹോദരന്മാരെ അവൻ ആദരിച്ചില്ല, സ്വന്തം മക്കളെ ഓർമ്മയുമില്ല. നിന്റെ വചനം അവർ പ്രമാണിച്ചു, നിന്റെ നിയമം കാത്തുകൊള്ളുകയും ചെയ്തു. അവർ യാക്കോബിന് നിന്റെ വിധികളും ഇസ്രായേലിന് ന്യായപ്രമാണം ഉപദേശിക്കുകയും അവർ നിന്റെ സന്നിധിയിൽ സുഗന്ധധൂപവും യാഗപീഠത്തിന്മേൽ സർവ്വാംഗഹോമവും അർപ്പിക്കും. അവൻ ലേവി ചെയ്ത കാര്യങ്ങളാണോ പറയുന്നത്? അവൻ അപ്പനെയും അമ്മയെയും കുറിച്ച് ഞാൻ അവരെ കണ്ടില്ല എന്ന് പറഞ്ഞു. കാരണം ശിക്ഷ നടപ്പാക്കുന്നവരുണ്ട്. സഹോദരന്മാരെ അവർ ആദരിച്ചില്ല, സ്വന്തം മക്കളെന്ന് ഓർത്തുമില്ല. ദൈവത്തിൻ്റെ കൽപ്പന അങ്ങനെ തന്നെ, നിന്റെ വചനം അവർ പ്രമാണിച്ചു, നിന്റെ നിയമം കാത്തുകൊള്ളുകയും ചെയ്തു. അതുകൊണ്ട് എന്താ അവർക്ക് ഇപ്പോൾ ലഭിച്ചത്? ഇപ്പോൾ അവർ ദേ ബിക്കെയിം ടീച്ചേഴ്സ്. അവർ ഇപ്പോൾ മറ്റുള്ളവരെ ഉപദേശിക്കുന്നവരായി തീർന്നു. അവർ യാക്കോബിന് നിന്റെ വിധികളും ഇസ്രായേലിന് ന്യായപ്രമാണവും ഉപദേശിക്കും. അവർ നിന്റെ സന്നിധിയിൽ സുഗന്ധധൂപവും യാഗപീഠത്തിന്മേൽ സർവാംഗ ഹോമവും അർപ്പിക്കും.
ദൈവത്തിൻ്റെ കൽപ്പനകൾ അതേപോലെ അനുസരിച്ചതിൻ്റെ അനുഗ്രഹങ്ങളാണ് ലേവി ഇപ്പോൾ അനുഭവിക്കുന്നത്. ശരിയായിരുന്നു, ലേവിയുടെ ഭാഗത്ത് പാപമുണ്ടായിരുന്നു, തെറ്റുണ്ടായിരുന്നു. എന്നാൽ അവന് ഒരു മാനസാന്തരം ഉണ്ടായി. ദൈവം അവൻ്റെ ശാപത്തെ രൂപാന്തരപ്പെടുത്തിയത്. ഞാൻ വിചാരിക്കുകയായിരുന്നു അവരെ ചിതറിച്ചു എന്നുള്ളത് ശരിയാണ്, ദൈവത്തിൻ്റെ ന്യായവിധിക്ക് മാറ്റമൊന്നും വരുത്തിയില്ല. എന്നാൽ അവരൊക്കെയും പുരോഹിതന്മാരായി ദൈവജനത്തെ ഉപദേശിക്കുന്നവരായി മാറി. ഇത്ര അനുഗ്രഹിക്കപ്പെട്ട പദവിയിലേക്ക് ലേവി ഉയർത്തപ്പെട്ടു. എന്നാൽ ശിമിയോന് അങ്ങനെ ഒരു മാനസാന്തരം ഉണ്ടായില്ല. പ്രിയമുള്ളവരെ, ദൈവം ഒരു മാനസാന്തരപ്പെടുന്ന വ്യക്തിയിൽ വരുത്തുന്ന രൂപാന്തരം ദൈവത്തിൻ്റെ മനസ്സ് മാറ്റുന്ന രൂപാന്തരം. നിങ്ങൾ തുടർന്ന് ന്യായാധിപന്മാരുടെ പുസ്തകവും രാജാക്കന്മാരുടെ പുസ്തകവും പഠിക്കുമ്പോൾ ഒരു വ്യക്തി മാനസാന്തരപ്പെടുമ്പോൾ ദൈവം അവന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പല രാജാക്കന്മാരുടെ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. ദൈവം അവരെ ന്യായം വിധിക്കുന്ന, അവരുടെ കുറ്റങ്ങൾ കണ്ട്, അവരുടെ പാപത്തെ കണ്ട്, എന്നാൽ അവർ മനം തിരിഞ്ഞു വന്നപ്പോൾ ദൈവം അവരെ ഉപയോഗിക്കുന്ന രീതികൾ എത്രയോ വലുതാണ്. നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളുണ്ടാവാം, നമ്മുടെ ജീവിതത്തിൽ പാപങ്ങളുണ്ടാവാം. എന്നാൽ നാം മാനസാന്തരപ്പെട്ട് ദൈവസേനയിലേക്ക് മടങ്ങി വരുമ്പോൾ, മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗം എന്തുമാത്രം ചിന്തിക്കുന്നു. അത് വിശ്വാസികളായാലും നമ്മുടെ ജീവിതത്തിലായാലും അത് എത്രമാത്രം വലുതാണ്. നമുക്കറിയാം യോനയുടെ ചരിത്രം. അവിടെയുള്ള നിനവക്കാർ മുഴുവനും കൊല്ലപ്പെടും, അല്ലെങ്കിൽ അവരെ ദൈവം ന്യായം വിധിക്കാൻ പോവുകയാണെന്ന് ദൈവം പറഞ്ഞതാണ്. എന്നാൽ അവർ രട്ടിലും വെണ്ണീറിലും കിടന്ന് മാനസാന്തരപ്പെട്ടപ്പോൾ ദൈവം തൻ്റെ ശിക്ഷ മാറ്റിവെച്ചു. ദൈവത്തിൻ്റെ മനസ്സ് പോലും മാറ്റാൻ കഴിയുന്നതാണ് നമ്മുടെ മാനസാന്തരം. പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അത് വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ്. ദൈവത്തിന് പലപ്പോഴും നമ്മളെ ഉപയോഗിക്കാൻ കഴിയാത്തത് നമ്മുടെ രഹസ്യ പാപങ്ങളായിരിക്കാം, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാൻ കഴിയാത്ത പല തെറ്റുകളായിരിക്കാം. എന്നാൽ ലേവിയോടുള്ള ബന്ധത്തിൽ നാം പഠിച്ച വേറെ ഏറ്റവും വലിയ കാര്യം, അവൻ തെറ്റുകളെ ദൈവത്തിൻ്റെ പത്ത് നിന്ന്, ദൈവത്തിൻ്റെ വചനം അങ്ങനെ തന്നെ പ്രമാണിച്ച് അവനുണ്ടായ മാനസാന്തരം, അവനുണ്ടായ വ്യത്യാസം, അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തിയതും അവനെ ഉപയോഗിച്ചതും. എന്ത് വലിയ പദവിയിലേക്കാണ്! അവൻ്റെ പഴയ ചരിത്രം നോക്കിയാൽ ഇങ്ങനൊരു പദവിയിലേക്ക് അവൻ വരാൻ യാതൊരു അർഹതയും ഉണ്ടായിരുന്നതല്ല. എന്നാൽ ഇന്ന് നമുക്ക് തന്നെ അറിയാം പലരുടെയും ജീവചരിത്രം, ഇന്ന് ദൈവം ഉപയോഗിക്കുന്ന പല വ്യക്തികളുടെയും പല ജീവിതങ്ങൾ. ദൈവത്തിൻ്റെ സന്നിധിയിൽ അവർ മാനസാന്തരപ്പെട്ടപ്പോൾ അവരെ ദൈവം എടുത്ത് ഉപയോഗിക്കുന്ന വിധികൾ, ദൈവം തന്നെ അവരെ രൂപാന്തരപ്പെടുത്തി, ദൈവം അവരെക്കുറിച്ച് ചിന്തിച്ച ചിന്തകളെല്ലാം മാറ്റി ദൈവം തന്നെ അനുഗമിച്ച്, അല്ലെങ്കിൽ ദൈവം അവരുടെ മേൽ വരുത്താമെന്ന് പറഞ്ഞ ശിക്ഷകൾ നടപ്പാക്കാതെ അവരെ എടുത്ത് ഉപയോഗിക്കുന്ന ദൈവത്തിൻ്റെ മനോഭാവം, നമ്മുടെ ദൈവത്തിൻ്റെ ശ്രേഷ്ഠത നാം മനസ്സിലാക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടെയാണ്. ശിമയോൻ അത് നടന്നില്ല. ശിമയോൻ ആ മാനസാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടാകാതെ അവൻ ആ സ്ഥിതിയിൽ തന്നെ തുറന്നുകൊണ്ട് ദൈവം അവന് കൊടുത്ത ശിക്ഷയായിട്ട്, അല്ലെങ്കിൽ ന്യായവിധിയായിട്ടാണ് ഞാനങ്ങനെ കാണുന്നത്. പിന്നീട് അവരുടെ ഐഡൻറ്റിറ്റി തന്നെ നഷ്ടപ്പെട്ട രീതിയിലാണ് നാം തുടർന്ന് കാണുന്നത്. എത്ര ദുഃഖകരമായ അനുഭവത്തിലേക്കാണ് ശിമയോൻ പോയത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. തുടർന്ന് ഓരോ ഓഹരികളെയും കുറിച്ച് നാം അവിടെ വായിക്കുന്നത്. തുടർന്ന് സെബുലൂൻ്റെ അവകാശം, പിന്നെ ഇസാഖാറിൻ്റെ ഓഹരി, അത് കഴിഞ്ഞ് ഓരോ ഓഹരികളും ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ആശേർ ഗോത്രത്തിൻ്റെ ഓഹരി, ഇവരൊക്കെയും ഓരോ അവകാശങ്ങൾ പ്രാപിക്കുകയും അതനുസരിച്ച് അവർക്ക് സ്ഥലങ്ങൾ കിട്ടുകയും ചെയ്തു. നമുക്കറിയാം ആശേറിനോടുള്ള ബന്ധത്തിൽ 22 പട്ടണങ്ങളും അവരുടെ ഗ്രാമങ്ങളുമാണ് ആശേർ ഗോത്രത്തിന് കുടുംബമായി കിട്ടിയത്. അതുപോലെ തന്നെ ഏറ്റവും ഫലപുഷ്ടിയുള്ള പ്രദേശമാണ് ആശേറിന് അവകാശമായി കിട്ടിയത്. അവിടെ നാം വായിക്കുന്ന ആ പ്രദേശം ഗോതമ്പ്, എണ്ണ, വീഞ്ഞ് എന്നിവയാൽ അനുഗ്രഹീതമായിരുന്നു. ഐശ്വര്യവും ഭക്ഷണ സമൃദ്ധിയും നിമിത്തം ആശേർ കാലാന്തരത്തിൽ സുഖകാംക്ഷികളായിട്ട് മാറിയെന്നാണ് നാം മനസ്സിലാക്കുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് അവരെക്കുറിച്ച് ഒന്നും കാണാനായിട്ട് കഴിയുന്നില്ല. അവർ വലിയ പരാക്രമിയോ ന്യായാധിപനോ ആശേരിൽ നിന്ന് വന്നതായിട്ട് നാം കാണുന്നില്ല. മറ്റുള്ള ഗോത്രത്തിൽ നിന്നൊക്കെ പലരെയും നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ ആശേർ ഗോത്രത്തിൽപ്പെട്ട ഒരു ഹന്ന പ്രവാചിയെ നാം കാണുന്നുണ്ട്, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ. അത് എൻ്റെ ശ്രദ്ധയെ വളരെയധികം ആകർഷിക്കുകയുണ്ടായി. ശിശുവായ യേശുവിനെ ദേവാലയത്തിൽ കൊണ്ടുവന്നപ്പോൾ ദൈവത്തെ സ്തുതിക്കുകയും
പ്രവചിക്കുകയും ചെയ്ത ഹന്ന എന്ന പ്രവാചിക, അവൾ ആശേർ ഗോത്രത്തിലുള്ളായിരുന്നു. അത് ദൈവത്തിൻ്റെ ആത്മാവ് എടുത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്, ആശേർ ഗോത്രത്തിലുള്ള ഹന്ന എന്ന പ്രവാചി. അതുപോലെ നഫ്താലിയുടെ ഗോത്രത്തിലും 16 പട്ടണങ്ങളുടെ പേർ പറഞ്ഞ ശേഷം അവരുടെ പട്ടണങ്ങൾ വളരെ എടുത്തു പറയുന്നുണ്ട്. പുതിയ നിയമ ചരിത്രത്തിൽ പ്രധാനമായ പല പ്രദേശങ്ങളും നഫ്താലിയിലുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയും. യേശു ക്രിസ്തുവിൻ്റെ ഗലീലയിലെ ശുശ്രൂഷ നഫ്താലിയെ കേന്ദ്രീകരിച്ചായിരുന്നു. അശൂർ ആക്രമണം നിമിത്തം നഫ്താലിക്കുണ്ടായ മ്ലാനതയും ക്രിസ്തുവിൻ്റെ വരവിൽ നഫ്താലിക്കുണ്ടായ മഹത്വവും നമുക്കവിടെ കാണാനായിട്ട് കഴിയും. യെശയ്യാ പ്രവാചകൻ അത് വിവരിച്ചിട്ടുണ്ട്. നസ്രയത്ത് വിട്ട് സെബുലൂൻ്റെയും നഫ്താലിയുടെയും പ്രദേശങ്ങളിലേക്ക്, അതിരുകളിലേക്ക് കർത്താവ് പോയ കാര്യങ്ങൾ നാം അവിടെ വായിക്കുന്നുണ്ട്. അതിൻ്റെ അതിർത്തിയിലുള്ള കഫ്രനൂനിൽ താൻ ചെന്ന് പാർത്തതായിട്ടും സെബുലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരയുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിൻ്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു എന്ന് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത ആ പ്രവചനം നിവൃത്തിയാകുവാൻ ഇടവന്നു. മത്തായി സുവിശേഷത്തിൽ, അതുപോലെ യെശയ്യാ പ്രവചനം 9 അധ്യായത്തിൻ്റെ 1ഉം 2ഉം കൂടി ചേർത്ത് നാം പഠിക്കുമ്പോൾ അവരുടെ ഓഹരിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. പിന്നീട് ദാനിയേലിൻ്റെ കേസും നമുക്ക് തുടരാം. അവസാന ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം 19 അധ്യായത്തിൻ്റെ 49 വാക്യം. ഇസ്രായേൽ മക്കൾ നൂന്റെ മകനായ യോശുവയ്ക്കും തങ്ങളുടെയും പുരാവകാശം കൊടുത്തു. അവർ ചോദിച്ച പട്ടണമായി എഫ്രയീം മലനാട്ടിലുള്ള തിമ്നത്സേരം അവരെ യഹോവയുടെ കൽപ്പനപ്രകാരം അവർ കൊടുത്തു. അവരാ പട്ടണം പണിത് അവിടെ പാർത്തു. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമാണ് നാം യോശുവയെക്കുറിച്ച് വായിക്കുന്നത്. നമുക്കറിയാം, ഒരു നേതൃസ്ഥാനത്തിലിരിക്കുന്ന ആൾക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, അല്ലേ? അധികാരമുണ്ടായിരുന്നു. കനാൻ ദേശം ഗോത്രങ്ങൾക്ക് വിഭജിച്ചു കഴിഞ്ഞപ്പോൾ യോശുവയ്ക്കും അവരുടെ ഇടയിൽ അവർ അവകാശം കൊടുക്കുകയാണ്. അവർ തന്നെയാണ്, ജനങ്ങൾ തന്നെയാണ് അവർക്കത് കൊടുക്കുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. നാം അവിടെ വായിക്കുന്നത്, അവർ ദേശത്തെ അതിർ തിരിച്ച് കഴിഞ്ഞ ശേഷം ഇസ്രായേൽ മക്കൾ നൂൻ്റെ മകനായ യോശുവയ്ക്കും തങ്ങളുടെ ഇടയിൽ ഒരു അവകാശം കൊടുത്തു. താൻ ചോദിച്ചതല്ല, അല്ലെങ്കിൽ അവർ തന്നെയാണ് പറഞ്ഞത് യോശുവയ്ക്ക് ഒരു സ്ഥലം കൊടുക്കണം. യോശുവയോട് പറഞ്ഞു. അപ്പോൾ യോശുവ ചോദിക്കുകയാണ്, താൻ അവകാശപ്പെട്ട അല്ലെങ്കിൽ താൻ ചോദിച്ച സ്ഥലം എഫ്രയീം മലനാട്ടിലുള്ള തിമ്നത്ത് ശാരാഗ് യഹോവയുടെ കൽപ്പന പ്രകാരം അവന് കൊടുത്തു. അവൻ ആ പട്ടണം പണിത് അവിടെ പാർത്തു. താൻ വലിയൊരു മാതൃക മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയായിരുന്നു. തനിക്ക് കിട്ടിയ സ്ഥലം താൻ അവിടെ മറ്റുള്ളവർ ചെയ്ത പോലെ നിരുത്സാഹമായിട്ടിരിക്കുകയല്ലായിരുന്നു. താൻ ഇത്രയും പ്രായമുള്ള ആളാണ്, നമുക്കറിയാം. യോശുവ എത്രയും പ്രായത്തിലാണ് ആ സ്ഥലം കിട്ടിയത്. എന്നാൽ താൻ അവിടെ ഒരു പട്ടണം പണിതു. അത് വളരെ അർത്ഥവത്താണ്. തിമ്നത്ത് സാര എന്ന പേരിന് ശേഷിച്ച ഓഹരി എന്നാണ് അർത്ഥം. ദേശം വിഭജിച്ച ശേഷം യോശുവയ്ക്ക് അവശേഷിച്ച ഓഹരിയെക്കുറിച്ച്, ശേഷിച്ച ഓഹരി അർത്ഥമുള്ള ആ തിമ്നത്ത് സാര വളരെ അനുയോജ്യമായ പേരായിട്ട് എനിക്ക് തോന്നി. തുടർന്ന് നാം വായിക്കേണ്ട അടുത്ത അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ അവസാനം യോശുവയെ അടക്കിയതും അവിടെ തന്നെയായിരുന്നു. എലയാസുരം യോശുവയും ഗോത്രപിതാക്കന്മാർ പ്രധാനികളും ചേർന്ന് ശീലോവിൽ സമാഗമന കൂടാരത്തിൻ്റെ വാതിക്കൽ യഹോവയുടെ സന്നിധിയിൽ വെച്ച് ചീട്ടിട്ട് ഗോത്രങ്ങൾക്കുള്ള അവകാശം വിഭാഗിച്ചു എന്ന് നാം വായിക്കും. കാലേബ് ആദ്യമേ തന്നെ വന്ന് അവൻ്റെ അവകാശം ചോദിച്ചു മേടിച്ചു, അല്ലേ? ദേശം ഉറ്റുനോക്കാൻ പോയ 2 വ്യക്തികൾ ആയിരുന്നു കനാലിലേക്ക് പ്രവേശിച്ചത്, കാലേബും യോശുവയും. എന്നാൽ യോശുവ ഒരിക്കലും അവൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് സ്ഥാനം കൊടുത്തിരുന്നില്ല. എത്ര നല്ല മാതൃകയാണ് യോശുവ എന്ന നേതാവിൽ നാം കാണുന്നത്. നമുക്കറിയാം, ഇന്ന് രാഷ്ട്രീയക്കാരൊക്കെ അല്ലെങ്കിൽ നേതൃത്വത്തിലുള്ളവരൊക്കെ അവരുടെ സ്വന്തം കാര്യങ്ങൾ നടത്തിയതിന് ശേഷമേ അവർ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നടത്തുകയുള്ളൂ. എന്നാൽ യോശുവയുടെ നിസ്വാർത്ഥത നമുക്കിവിടെ കാണാം. ഏത് പ്രദേശവും സ്വന്തമാക്കാനുള്ള അവകാശം, അധികാരം തനിക്കുണ്ടായിരുന്നു. എന്നാൽ യോശുവ ചോദിച്ചത് തൻ്റെ സ്വന്തം ഗോത്രത്തിന് കിട്ടിയ അവകാശത്തിൽ തനിക്ക് കിട്ടിയ സ്ഥലം തന്നെയായിരുന്നു. താൻ അതിൽ വളരെ സംതൃപ്തനായി. അങ്ങനെയാണ് എഫ്രയീം മലനാട്ടിൽ
നിമ്നത്സാർ യോശുവയ്ക്ക് കൊടുക്കുന്നത്. യോശുവയുടെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് അല്ലെങ്കിൽ ഒരു നേതാവിൽ വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. നമുക്ക് ആദ്യം കണ്ടു, നിങ്ങൾ എത്രത്തോളം മടിച്ചിരിക്കും ഈ സ്ഥലം പോയി കൈവശമാക്കാൻ. താനത് പറയുക മാത്രമല്ല, തൻ്റെ ജീവിതത്തിൽ കൂടെ താൻ അത് കാണിച്ചു കൊടുത്തു. തനിക്ക് അവകാശം കിട്ടിയ സ്ഥലത്ത് താൻ പോയി അത് കൈവശമാക്കിയെന്ന് മാത്രമല്ല, അവിടെ ഒരു പട്ടണം പടുത്താണെന്ന് താൻ അവിടെ താമസിച്ചത്. എത്ര അനുഗ്രഹിക്കപ്പെട്ട മാതൃക. പ്രിയമുള്ളവരെ, യോശുവയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കുന്ന അനേക കാര്യങ്ങളുണ്ട്. യോശുവ യുദ്ധം നയിച്ച ഒരു സൈന്യാധിപനായിരുന്നു. 7 വർഷത്തെ യുദ്ധം കഴിഞ്ഞ് യുദ്ധം എല്ലാം ജയിച്ച് ദേശം അവർക്ക് കൈവശമാക്കി കൊടുത്തു. ഇനി എനിക്ക് റിട്ടയർ ചെയ്യാം അല്ലേ എന്ന് യോശുവ വിചാരിച്ചു കാണും ഒരുപക്ഷെ. എന്നാൽ ദൈവം പറഞ്ഞു, നീ ഇത് എല്ലാവർക്കും അവകാശമാക്കി ദേശം വിഭാഗിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം യോശുവ തന്നെയാണ് ദൈവം ഏൽപ്പിച്ചത്. ദൈവത്തിൻ്റെ വിളി അനുസരിച്ച്, ദൈവത്തിൻ്റെ അപ്പോയിൻമെൻ്റ് അനുസരിച്ച് അത് പൂർണ്ണമായും ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് കീഴ്പ്പെട്ട് പ്രവർത്തിച്ച ഒരു നേതാവായിരുന്നു യോശുവ. താൻ അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും ചെയ്തു. ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം ഓരോ ഗോത്രത്തിനും അത് അവകാശമായി വിഭാഗിച്ചു കൊടുത്തു. ചീട്ടിട്ടാണ് വിഭാഗിച്ചതെന്ന് നമുക്കറിയാം. എന്നാൽ നമ്മൾ സദൃശവാക്യത്തിൽ വായിക്കുന്ന പോലെ ചീട്ട് മടിയിലിടുന്നു. എന്നാൽ അതിൻ്റെ ഉദ്ദേശമൊക്കെ ദൈവമാണ്, സർവാധികാരിയായ ദൈവം. ദൈവം ഓരോ വ്യക്തിക്കും നൽകുന്ന അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് ദൈവത്തിന് ആദ്യമേ തന്നെ അറിയാം. ആ സർവാധികാരിയായ ദൈവത്തിൻ്റെ പ്രവർത്തനത്തിലാണ് അല്ലെങ്കിൽ ആ പദ്ധതികളിലാണ് ഓരോ കാര്യങ്ങളും നടന്നതെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. യോശുവയുടെ ഒരു ബന്ധത്തിലും നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. യോശുവ പറഞ്ഞു, ഇനി ദേശം വിഭാഗിച്ചു, എനിക്ക് എൻ്റെ സ്ഥലം കിട്ടി അല്ലേ, ഇനി ഞാൻ പോയി സ്വസ്ഥമായിട്ട് വിശ്രമിക്കട്ടെ എന്നാണ് പറഞ്ഞത്. 20 അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിക്കുക. പിന്നെയും യഹോവ യോശുവയോട് അരുളി ചെയ്യുകയാണ്. എല്ലാം കഴിഞ്ഞു, തനിക്ക് സ്വന്തമായിട്ട് ദേശം കിട്ടി, എൻ്റെ നീ വിശ്രമമുണ്ടോ? ഇല്ല. പ്രിയമുള്ളവരെ, ദൈവമക്കളായ നമുക്ക് ഓരോരുത്തർക്കും ദൈവം നമുക്ക് തരുന്ന ശുശ്രൂഷകൾക്ക് അവസാനമില്ല കേട്ടോ. പ്രായമായാലും ക്ഷീണമായാലും നമ്മുടെ ആരോഗ്യം, ഈ ലോകത്തിൽ നിന്ന് നാം വേർപെടുന്നതുവരെ നമ്മളെ ഓരോരുത്തരെക്കുറിച്ചും ദൈവത്തിന് ഓരോ ഉദ്ദേശങ്ങളുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും വലിയ കാര്യം അതാണ്. അടുത്ത ആഴ്ച വരുമ്പോൾ നിങ്ങൾ അടുത്ത അധ്യായം 20-21 അധ്യായങ്ങൾ വായിച്ചു വരുമ്പോൾ ഇനി യോശുവ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. സങ്കേത നഗരങ്ങൾ വലിയ ഒരു കാര്യം കൂടി താൻ ചെയ്തു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. യഹോവ പിന്നെയും യോശുവയോട് അരുളി ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ തുടർച്ചയായി ലഭിക്കുന്ന നേതാവായ യോശുവ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കും. പ്രിയമുള്ളവരെ, നമ്മളെ ഓരോരുത്തരെക്കുറിച്ചും ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ നാം എത്ര പ്രായമായാലും, നമ്മുടെ സഭയിലെ പ്രായമുള്ള സഹോദരന്മാരെക്കുറിച്ച് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. അവരെ ഇന്നും ദൈവം പല വിധത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളറിയുന്നില്ല. നമ്മളെ ഓരോരുത്തരെയും കുറിച്ചും ദൈവത്തിൻ്റെ ഇഷ്ടം അതാണ്. നാം എത്ര നമ്മുടെ ശാരീരിക അവസ്ഥ എത്ര ക്ഷീണമായാലും ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ നമ്മളെ ഈ ലോകത്ത് നിന്ന് മാറ്റുന്നവരെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തത, ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, യോശുവയുടെ ജീവിതത്തിൽ നിന്നും ഈ ഗോത്രങ്ങൾക്ക് കിട്ടിയ സ്ഥലങ്ങളെക്കുറിച്ചും നാം പഠിക്കുന്ന പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ ദൈവം സഹായിക്കട്ടെ. നമ്മളിപ്പോഴും മടിച്ചിരിക്കുകയാണോ നമ്മുടെ ദേശം അവകാശമാക്കുവാൻ? ഒരിക്കലും ഉണ്ടാകല്ലേ. നമ്മുടെ ജീവിതത്തിൽ വലിയ രൂപാന്തരം, ഓരോ ദിവസവും മാനസാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടായി. ദൈവമേ, എന്നിൽ വന്ന തെറ്റുകൾ, കുറ്റങ്ങൾ, പാപങ്ങൾ എന്നോട് ക്ഷമിച്ച് അങ്ങയുടെ മഹത്വത്തിനായിട്ട്, അങ്ങയുടെ ശുശ്രൂഷയ്ക്കായിട്ട് എന്നെ എടുത്തു ഉപയോഗിക്കണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമ്മുടെ ഓരോ ദിവസത്തെ ജീവിതമാകുമ്പോൾ നമ്മുടെ ക്രിസ്തുവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ അത് കൈവശമാക്കുവാൻ, അത് ആസ്വദിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഈ ദൈവത്തിൻ്റെ വചനം നമുക്ക് തന്നിട്ടുണ്ട്. ഈ ദൈവത്തിൻ്റെ വചനം നാം പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ. അപ്പോസ്തലനായ പൗലോസിൻ്റെ ഓരോ സഭയെക്കുറിച്ചുള്ള പ്രാർത്ഥന അതായിരുന്നു. എഫേസ്യ ലേഖനത്തിൽ നാം കാണുന്നുണ്ട്, ഫിലിപ്പിയ ലേഖനത്തിൽ കാണുന്നുണ്ട്. ഓരോരുത്തരെയും കുറിച്ചും അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവരെ വിളിച്ചവൻ്റെ ആശ ഇന്നതെന്ന് അറിയുവാനാണ് പ്രാർത്ഥന. പൗലോസിന് വലിയ നൊമ്പരമായിരുന്നു, വേദനയായിരുന്നു. ഹി വാസ് ഗ്രോണിങ്.
കൂട്ടുവിശ്വാസികളെ ഓർത്ത് നമുക്കങ്ങനെ കരയാൻ പ്രാർത്ഥിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കട്ടെ. അവരെ വിളിച്ചതിൻ്റെ ആശ അവർ മനസ്സിലാകണം. ദൈവമേ, നമ്മളെ ഓരോരുത്തരെക്കുറിച്ചും ദൈവസേനയിൽ നാം പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവം അത് മനസ്സിലാക്കി തരും. ഈ ദൈവത്തിൻ്റെ വചനം അതിനാണ് തന്നിരിക്കുന്നത്. നാം എന്തുമാത്രം അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്നുണ്ട് എങ്കിൽ മാത്രമേ അത് മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പഠനം നമുക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരുക മാത്രമല്ല, അത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് ക്രിസ്തുവിനെ, അവനെ രുചിച്ചറിയുവാൻ, അവനെ നീ രുചിക്കുകയിൽ ശരണമായി കരുതുകയിൽ ദിനവും നിൻ ചുവടുകൾ അവന്മേൽ വെച്ചാൽ, പാട്ടുകാരൻ പാടിയ പാട്ടുകൾ നമുക്കറിയാമല്ലോ, ആ നിലയിലുള്ള രൂപാന്തരം നമ്മളിൽ ഉണ്ടാകണം. അതാണ് വിശുദ്ധീകരണത്തിൻ്റെ ഏറ്റവും വലിയ മാർഗം. കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അവൻ്റെ രൂപത്തോട്, പിതാവായ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം തൻ്റെ പുത്രൻ്റെ രൂപത്തോട് നമ്മളെ അനുരൂപരാക്കി തീർക്കണം. അത് ഈ ഭൂമിയിൽ വെച്ചുണ്ടാവണം. നമ്മൾ തേജസ്കരിക്കപ്പെട്ട ശേഷമല്ല, ഇവിടെ വെച്ച് തന്നെ അതുണ്ടാക്കി നടക്കണം. ദെൻ ഇറ്റ് വിൽ ബി എ ട്രാൻസിഷൻ ടു ദി ഇറ്റേണിറ്റി. അതാണ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആ വലിയ ആവേശത്തോടുകൂടെ, വലിയ ആഗ്രഹത്തോടെ, കർത്താവേ എനിക്കതുപോലെ അങ്ങേപ്പോലെ ആകുവാൻ, നമ്മൾ പാടാറുണ്ടല്ലോ, യേശുവെപ്പോലെ ആകുവാൻ, അവൻ്റെ വാക്ക് കേൾക്കുവാൻ, അത് പ്രമാണിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുന്നതാണ്.